നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒപ്പം ആചാര്യസഭയ്ക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ 4ാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 4ാം ഘട്ടത്തിൽ ഓരോ ടീമിനും 2 റൗണ്ടുകളാണുള്ളത്. ഒന്ന് സംവാദം, മറ്റൊന്ന് കഥാപാത്ര ഭാവ അവതരണം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ആദ്യത്തെ റൗണ്ടിലേക്ക് നമുക്ക് കടക്കാം. വജ്രവ്യൂഹം. അപ്പൊ ഇന്നത്തെ വജ്രവ്യൂഹത്തിൽ ആരൊക്കെയാണ് ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ വരുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു HSS പെരിങ്ങോട്. അടുത്തതായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം GVHSS മങ്കട. ഓക്കെ, അങ്ങനെ 4 പേരും എത്തിക്കഴിഞ്ഞു. നമുക്ക് ഒന്ന് പരിചയപ്പെട്ട് തുടങ്ങിയാലോ? തുടങ്ങാം. ആര്യ എത്രാം ക്ലാസ്സിലാ? +1. പല്ലവി കൃഷ്ണ +1. ഇവിടെ അഹല്യ 9ാം ക്ലാസ്സില്. രുദ്ര 9ലാണ്. ഓക്കെ, അപ്പം ഒരു ഇച്ചിരിയും കൂടെ ക്ലാസ്സിൽ മൂത്തതാ. അപ്പം പേടിയുണ്ടോ? അതുകൊണ്ട് പേടിയൊന്നുമില്ല. അതുകൊണ്ട് പേടിയൊന്നുമില്ല, വയസ്സല്ല ബുദ്ധിയുടെ ഇതല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടോ? തീരെ കൊച്ചുകുട്ടികൾ അതുകൊണ്ട് വിട്ട് കളഞ്ഞേക്കാന്ന്? അങ്ങനെ ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരിക്കലും ഇല്ല. അത്യാവശ്യം നല്ല മത്സരം തന്നെയായിരിക്കും അല്ലേ? അപ്പൊ ആരാണ് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് അറിയോ? ആരാ പറയാൻ പോണേ? വനവാസം ശ്രീരാമന്റെ ദൗത്യമാണോ എന്നുള്ളതിനെ കുറിച്ചാണ് അല്ലേ? അപ്പൊ നമുക്ക് ആരാണ് അനുകൂലിച്ച് സംസാരിക്കേണ്ടത്, ആരാണ് പ്രതികൂലിച്ച് സംസാരിക്കേണ്ടത് നോക്കാം. സ്വാമിജി. GVHSS മങ്കട മലപ്പുറം. നിങ്ങളാണ് അനുകൂലിച്ച് സംസാരിക്കേണ്ടത്. അപ്പൊ ഇനി അടുത്ത ഒരു ലോട്ടും കൂടെ കണ്ടാൽ പ്രതികൂലിച്ച് സംസാരിക്കേണ്ടത് HSS പെരിങ്ങോട്. റെഡിയല്ലേ? നിങ്ങൾ എല്ലാവരും പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അനുകൂലിച്ചായാലും പ്രതികൂലിച്ചായാലും നമ്മൾ സെറ്റാണ് അല്ലേ? അപ്പൊ എന്തായാലും ഈ ഡിബേറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ഡിബേറ്റിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ ലക്ഷ്മി ടീച്ചറെ നമുക്ക് വിളിക്കാം. ടീച്ചർ. നമസ്കാരം ടീച്ചർ. അപ്പൊ ഞാൻ എന്റെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാണ് കേട്ടോ. നോക്കട്ടെ നല്ല കുട്ടികളാണോ നോക്കട്ടെ. അതെ, അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. നമ്മളുടെ വിഷയമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. രാമായണത്തിൽ വളരെ പ്രസക്തമായ, പ്രത്യേകിച്ചും രാമായണ കഥയെ ഗതിമാറ്റിയ ഒരു സംഭവമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. വനവാസം ശ്രീരാമന്റെ ദൗത്യമാണോ? കൈകേയിയുടെ വരപ്രാപ്തിയെ തുടർന്ന് രാമൻ വനത്തിലേക്ക് പോവുകയാണ്. രാമന്റെ അഭിഷേകം മുടങ്ങുകയാണ്. ഈ ദൗത്യം ഇത് ഏറ്റെടുക്കുകയാണ് രാമൻ. അച്ഛന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അച്ഛന്റെ ആഗ്രഹം സാധിക്കുന്നതിന് ഏറ്റെടുക്കുകയാണ്. രാമന്റെ ഈ ഏറ്റെടുക്കൽ അത് യുക്തമാണോ? രാമൻ അങ്ങനെ ഒന്ന് ഏറ്റെടുക്കേണ്ടതുണ്ടോ? അതാണ് നമ്മുടെ വിഷയം. രാമൻ ഏറ്റെടുക്കേണ്ടതുണ്ട്. കൃത്യമായി രാമൻ ചെയ്തത് സത്യമാണ്, നീതിയാണ്, ധർമ്മമാണെന്നാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. എന്തിന് രാമൻ അത് ഏറ്റെടുക്കണം? ദശരഥൻ തന്നെ പറഞ്ഞിരിക്കുന്നു രാമനോട് വേണ്ട എന്ന്. എന്തിന് രാമൻ ഏറ്റെടുക്കണം? രാമൻ ഏറ്റെടുക്കേണ്ടതില്ല, അത് രാമന്റെ ഉത്തരവാദിത്തമല്ല എന്ന് പറയുന്ന പക്ഷമാണ് നിങ്ങളുടേത്. ഇന്നത്തെ ചർച്ച ആരംഭിക്കുന്നു. വനവാസം ശ്രീരാമന്റെ ദൗത്യമാണോ? കൈകേയിയുടെ വരപ്രാപ്തിയെ തുടർന്നുണ്ടായ അഭിഷേക വിഘ്നവും രാമന്റെ വനയാത്രയും, ഈ ദൗത്യം ശ്രീരാമൻ ഏറ്റെടുക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ശ്രീരാമൻ വനവാസത്തിന് പോയത് തികച്ചും അദ്ദേഹത്തിന്റെ ദൗത്യമായിരുന്നില്ല. കാരണം സ്വന്തം അമ്മ തന്നെ പറയുന്നുണ്ട്, അച്ഛൻ്റെ ധർമ്മസങ്കടത്തിനൊരു അച്ഛൻ്റെ ധർമ്മസങ്കടം ഇല്ലാതാക്കുക എന്നുള്ള ഒരു ആവശ്യത്തിനാണ് ശ്രീരാമൻ പോകുന്നത് തന്നെ. പക്ഷെ അവിടെ കൗസല്യ പറയുന്നുണ്ട്, ഒരുപാട് കാലം വനപത്യതാ ദുഃഖം അനുഭവിച്ച ഒരു അമ്മയാണ്, വീണ്ടും ഒരു 14 വർഷവും കൂടി ഞാനത് അനുഭവിക്കണ്ടേ എന്നൊരു അമ്മ ചോദിക്കണം. ഒരമ്മയുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമ്മയ്ക്ക് എത്ര കാലം ഒരമ്മയുടെ വാക്ക് നിന്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ മറ്റൊരമ്മയുടെ വാക്ക് പാലിക്കപ്പെടുന്നുണ്ട്. അവിടെ കൈകേയിക്കാണ് അവിടെ നീതി ലഭിക്കുന്നത്. കൈകേയി അർഹിക്കുന്ന ഒരു വരമായിരുന്നു അത്. ദേവാസുര യുദ്ധത്തിൽ ദശരഥന്റെ രഥത്തിന്റെ കീലകം നഷ്ടപ്പെട്ടപ്പോൾ കൈകേയി സ്വന്തം ചെറുവിരൽ വെച്ചാണ് ദശരഥനെ സഹായിച്ചത്. അപ്പോൾ ദശരഥൻ ഒരു കാര്യവും പറയില്ല, ഒരു വ്യവസ്ഥയും വെച്ചിട്ടില്ല, ഇന്ന ആളെ സംബന്ധിച്ച് ഒരു വരവും താങ്കൾക്ക് ചോദിക്കാൻ സാധിക്കുകയില്ലെന്ന് ദശരഥൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ദശരഥൻ കൊടുത്ത വരം എങ്ങനെയാണ് ഇവിടെ ബാധകമാകുന്നത്? രാമന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ബാധകമാകുന്നത്? ഇവിടെ ശ്രീരാമൻ ഒരു ധർമ്മജ്ഞനാണ്. നമ്മൾ ധർമ്മവിഗ്രഹം എന്ന് പറയുന്ന ഒരാളാണ് ശ്രീരാമൻ. അപ്പോൾ ശ്രീരാമന്റെ ധർമ്മം എന്ന് പറയുന്നത് കൈകേയി അമ്മയല്ല,
അമ്മ എന്ന് സ്ഥാനം പറയാമെങ്കിലും സ്വന്തം അമ്മയല്ലല്ലോ. അപ്പോൾ ഒരു കൈകേയിയാണ് പുത്രന്റെ രാമനെ ധർമ്മം, ഏറ്റവും ഒരു നന്നായി ഉത്തമനായ സ്നേഹിച്ചിരുന്നത്. പുത്രന്റെ ധർമ്മം എന്ന് പറയുന്ന അച്ഛനും അതിനോട് അമ്മയും എങ്ങനെ പ്രതികരിക്കുന്നു? കൈകേയി രാമനെ ഏറ്റവും നന്നായി സ്നേഹിച്ചിരുന്നു, കൗസല്യയെ പോലെ തന്നെ സ്നേഹിച്ചിരുന്നു. പക്ഷേ സ്വന്തം അമ്മയെ ശുശ്രൂഷിക്കുക, സ്വന്തം അച്ഛനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഒരു പുത്രന്റെ ഏറ്റവും വലിയൊരു ധർമ്മമാണ്. അപ്പോൾ ഇത്രയും കാലം കാണാതിരുന്ന അച്ഛനും അമ്മയും അവിടെ ഒരു ദുർഘടമായ സാഹചര്യത്തിലല്ല ജീവിക്കുന്നത്. രാജകൊട്ടാരത്തിൽ പുത്രദുഃഖം സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ എല്ലാ പ്രായമായി വരുന്ന സുഖ അച്ഛനും സൗകര്യങ്ങളും അമ്മയുമാണ്. പിന്നെ അനുഭവിച്ചുകൊണ്ടാണ് രാമൻ തന്നെ ജീവിക്കുന്നത്. അച്ഛനമ്മമാരെ നോക്കണമെന്നില്ല. ബാക്കി 3 അനുജന്മാരും രാമൻ പുത്രനാണ് രാമൻ. സ്വന്തം ഒരു ഇവിടെ കുടുംബത്തെ കൃത്യമായി പറയേണ്ട ആശയം രാമൻ ഇത് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടോ? അതാണ് തീർച്ചയായും രാമനെ പ്രധാനപ്പെട്ട ചോദ്യം. സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. പുന്നാമ നരക ത്രായത്തെ ഇത് പുത്രഹ എന്നാണ്. അപ്പൊ പിതാവിന് ഇത്രയും ഒരു ദുർഘടമായ ഒരു ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ പിതാവിന്റെ വാഗ്ദാന പാലനത്തിനായി രാമൻ വനവാസത്തിന് പോവേണ്ടിയിരിക്കുന്നു. രാമൻ വനവാസത്തിന് ശ്രീരാമൻ ഒരു അവതാര പുരുഷനാണ്. അദ്ദേഹത്തിന്റെ അവതാരോദ്ദേശം എന്ന് പറയുന്നത് തന്നെ രാവണവധമാണ്. അതിന്റെ കൂടെ മറ്റുള്ള ഒരുപാട് പേർക്കും മോക്ഷം നൽകേണ്ട ആവശ്യം അവിടെ ശ്രീരാമനുണ്ട്. അതിനുവേണ്ടി വനവാസം അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എവിടെയെങ്കിലും ഒക്കെ രാമൻ ധർമ്മഭീരുവായി പോകുന്നുണ്ടോ? ലക്ഷ്മണൻ പോലും അത് സംസാരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ധർമ്മം ഇല്ല. ശ്രീരാമൻ എപ്പോഴും തന്റെ കർമ്മത്തിൽ തന്റെ കർത്തവ്യത്തെ പറ്റി നല്ല ബോധമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ വനവാസത്തിന് പോകുക എന്നുള്ള ആവശ്യം അച്ഛൻ പറയാതെ തന്നെയാണ് ശ്രീരാമൻ അത് ഏറ്റെടുക്കുന്നത്. അവിടെ രാമന്റെ ദൗത്യമാണ്. കാരണം ഒരു പിതാവിന്റെ സ്വത്തിൽ ഒരു പുത്രന് അവകാശമുണ്ടെങ്കിൽ പിതാവിന് ഒരു വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞാൽ അത് പിതാവ് ഇച്ഛിക്കുന്നില്ലെങ്കിലും അത് ചെയ്യേണ്ടത് ഒരു പുത്രന്റെ കടമയാണ്. ദശരഥൻ കൊടുത്ത വാക്കാണെങ്കിൽ ദശരഥന്റെ പുത്രൻ എന്ന നിലയിൽ ദശരഥൻ അവിടെ നിസ്സഹായനാണ്. ശ്രീരാമൻ പാലിക്കേണ്ട ദൗത്യം രാമന് നമുക്ക് തന്നെയാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. പരശുരാമന്റെയും ജമദഗ്നിയും കഥയിൽ നോക്കുകയാണെങ്കിൽ പരശുരാമൻ സ്വന്തം മാതാവിനെ വധിച്ച് അമ്മയെ വീണ്ടും ജീവിപ്പിക്കാൻ ജമദഗ്നിയോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് സ്വന്തം ജമദഗ്നി ഒട്ടും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല സ്വന്തം ഭാര്യയുടെ പുനർജീവനം വന്നത്. പക്ഷെ ജമദഗ്നിയോട് ഒരു വാക്കാണ് കൊടുത്തിരുന്നത്. അതിനാൽ ജമദഗ്നി ഇതിനെ രാമനുമായി ബന്ധപ്പെടുത്താൻ സാധിക്കുമോ? ഈ പറഞ്ഞതിനെ ഒരു അച്ഛൻ പറയുന്നത് അനുസരിക്കുക എന്നുള്ളൊരു പുത്രധർമ്മം തന്നെയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ ശിഥിലമാകപ്പെട്ടത് ഒരു കുടുംബ ബന്ധമല്ലേ? അവിടെ ഒരു മൂത്ത പുത്രന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ ആ ഒരു നിലനിൽപ്പ് അത് കാത്തു സൂക്ഷിക്കുക എന്നൊരു മൂത്ത പുത്രന്റെ ധർമ്മമാണ്. അവിടെ ഉണ്ടായത് എന്താണ്? ശ്രീരാമൻ വനവാസത്തിന് പോകുമ്പോൾ അവിടെ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. 14 വർഷത്തേക്ക് പോകുകയാണ്. പിന്നെ 14 വർഷത്തിലേക്കാണ് പോയത്. ആജീവനാന്തം വിട്ടുപിരിഞ്ഞിട്ടില്ല. നമ്മള് സത്യവതിക്ക് വേണ്ടി ഭീഷ്മർ സ്വന്തം ജീവിതം മുഴുവൻ അന്നത്തെ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? 14 വർഷമാണ്. 14 വർഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അന്നത്തെ കാലത്ത് ഒരു നിയമം ഉണ്ടായിരുന്നു. 14 വർഷം. അതുകൊണ്ടാണ് കൈകേയി 14 വർഷം ശ്രീരാമൻ മാറി നിൽക്കണം എന്ന് പറഞ്ഞത്. 14 വർഷം അവിടുന്ന് മാറി നിന്നുവെങ്കിൽ കൈകേയി സ്വമേധയാ പറയാനുള്ള അവകാശം പോകും. ഇതിലൊരു വലിയ ആസൂത്രണമുണ്ട്. ദേവന്മാർ സരസ്വതി ദേവിയോട് പറഞ്ഞ് സരസ്വതി ദേവി മന്ധരയുടെ നാവിൽ വിളയാടി. പിന്നീട് ആ മന്ധരയുടെ പ്രേരണത്തിൽ ഒരു മാനസിക ചാഞ്ചല്യത്തിലുമാണ് കൈകേയി മന്ധരയുടെ റോളിനെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? മന്ധര ഇവിടെ എന്താണ് ചെയ്യുന്നത്? കൈകേയിയുടെ മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ വിഷത്തെ ശ്രീരാമൻ ഒരു ധർമ്മജ്ഞനാണ്. അപ്പൊ കൈകേയിയുടെ വാക്ക് അവിടെ കേൾക്കേണ്ടിയിരുന്നില്ല. ശ്രീരാമൻ ഒരു ധർമ്മജ്ഞൻ ആയതുകൊണ്ടാണ് അവിടെ കൈകേയിയുടെ വാക്ക് കേൾക്കുന്നത്. കൈകേയിയേക്കാൾ കൂടുതൽ ഇവിടെ പ്രാധാന്യം നൽകേണ്ടിയിരുന്നത് ശരിക്കും ശ്രീരാമന്റെ അവതാര ഉദ്ദേശം ഒരു വ്യക്തിക്കാണോ അതോ ഒരു കൂട്ടം ആൾക്കാർക്കാണോ നാം പ്രാധാന്യം നൽകേണ്ടത്? രാമനാണ് ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പെന്ന്. ഭരതൻ ശ്രീരാമൻ വനവാസത്തിന് പോയത് കൊണ്ടാണ് സീത ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നത്. അതിന്റെ ബാക്കിയായിട്ടാണ് രാമൻ ഒരിക്കലും സീതയോട് പറഞ്ഞിട്ടില്ല സീത നീ എന്നെ അനുഗമിക്കൂ എന്ന്. രാമൻ ഒരിക്കലും സീതയോട് പറഞ്ഞിട്ടില്ല. ശ്രീരാമന് സീത വരില്ല എന്ന് പറയുമ്പോൾ തിരിച്ച് സീതയെ കൊണ്ടുപോകാതിരിക്കാനുള്ള മറ്റു മാർഗങ്ങൾ ശ്രദ്ധിക്കാമായിരുന്നു. അത് മാത്രമല്ല സീത അങ്ങോട്ട് പോയത് കൊണ്ടാണ് പിന്നീട് വനവാസത്തിന് വീണ്ടും സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് രാമന്റെ ഒരു അവതാരോദ്ദേശമുണ്ടായിരുന്നു. അഭിഷേകത്തിന്റെ തലേ ദിവസം നാരദമുനി രാഘവനെ കണ്ടു പറയുന്നുണ്ട് നിനക്കൊരു അവതാര ഉദ്ദേശമുണ്ട്, അതിനാലാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്. കൃത്യമായി പറയൂ. ഒരു കാര്യം പറയട്ടെ, സീത വനവാസത്തിന് കൂടെ പോയത് കൊണ്ടാണ് പിന്നീട് വീണ്ടും സീത ആ ഒരു പോയപ്പോഴുണ്ടായ മാനക്കേട്, രാവണന്റെ കൂടെ കഴിഞ്ഞു എന്നുള്ളൊരു മാനക്കേട് കാരണം വീണ്ടും വനവാസത്തിന് പോകേണ്ടി വന്നു സീതയ്ക്ക്. അതുകൊണ്ട് തന്നെ ജന്മം നൽകിയ കുട്ടികൾ അനാഥരാകുകയാണ്. ഒരു രാജകുമാരനെ പോലെ ജീവിച്ചിരുന്ന ശ്രീരാമന്റെ മക്കൾ അവരെ ഒരു അനാഥരായി ജീവിക്കേണ്ടി വന്നത്.
ഇവിടെ ഒരു കാര്യമുണ്ട് സുഹൃത്തെ, അത് ആ സന്ദർഭത്തിലല്ല, അതുമായി ശ്രീരാമൻ ധർമ്മം തന്നെയാണ് ചെയ്തത്. ശ്രീരാമൻ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടിട്ടില്ല. ശ്രീരാമൻ ഒരു പുത്രനായിരുന്നു ആ സമയത്ത് ശ്രീരാമൻ സ്വധർമ്മം പാലിച്ചിരുന്നു. ഇനി ഒരു പിന്നീട് മിനിറ്റ് രാജാവായതിനു ശേഷമാണ് സീതാപരിത്യാഗം എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ പ്രജയുടെ വാക്ക് കേൾക്കുന്നുമുണ്ട്. പിന്നീട് അത് മാത്രമല്ല, എന്താ ഈ രാമനെ ഈ കാലത്ത് പട്ടുകൂട്ടുകളിൽ സ്വന്തം പട്ടിക്കൂട്ടുകൾ വരെ രക്ഷിതാക്കളെ അടച്ചുപൂട്ടുന്ന ഈ ഒരു കാലഘട്ടത്ത് സ്വന്തം പിതാവിന്റെ വാക്കിന് അത്രയും പ്രാധാന്യം നൽകി ഒരു രാജ പദവി ഉപേക്ഷിച്ച് വനവാസത്തിൽ ഇറങ്ങിയ കൺക്ലൂഡ് ചെയ്യാം നിങ്ങൾക്ക്. ഒരു വനവാസത്തിൽ ഇറങ്ങിയ ശ്രീരാമനെ conclude ചെയ്യാം. കുടുംബ വ്യവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ശ്രീരാമൻ എന്ത് ചെയ്യാമായിരുന്നു? തിരിച്ചു വന്ന് ഭരതൻ രാജ്യം ഭരിച്ചോട്ടെ. പക്ഷെ അവസാനം ചെയ്യുന്ന അശ്വമേധയാഗം ആദ്യത്തിൽ തന്നെ ചെയ്ത് ശ്രീരാമന് തന്നെ ഒരു രാജ്യം സൃഷ്ടിക്കാമായിരുന്നു. സുഹൃത്തെ, എപ്പോഴും ഒരു വാക്ക് ഇവർ കൺക്ലൂഡ് ചെയ്യാൻ അനുവദിക്കൂ. നിങ്ങൾ കൺക്ലൂഡ് ചെയ്യൂ. ലാസ്റ്റ് വേർഡ്. മറ്റുള്ളവർക്കുള്ള മോക്ഷം നൽകുകയും രാവണനെ വധിക്കുകയും അവിടുത്തെ പടയാളികളെ വെച്ച് ആ ദേശത്തെ സൈനികരെ വെച്ച് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് ശ്രീരാമൻ അത് ചെയ്തില്ല? അപ്പോഴും വനവാസം ഏറ്റവും എളുപ്പമുള്ള കൺക്ലൂഡിംഗ് വേർഡ്സ് എന്തെങ്കിലും അവിടെ ഉണ്ടോ? ശ്രീരാമൻ തന്നെ പറയുന്നുണ്ട്. സ്വന്തം ഇവർക്ക് കൺക്ലൂഡ് ചെയ്യാനുണ്ടോ എന്തെങ്കിലും? തീർച്ചയായിട്ടും ഇവിടെ കൈകേയി മാതാവിന്റെയും ദശരഥന്റെ മനോവിഷമത്തെയും മനസ്സിലാക്കിക്കൊണ്ടാണ് രാമൻ ഒരു രാജപദവി വെടിഞ്ഞ് വനവാസത്തിന് ഇറങ്ങുന്നത്. ഒരിക്കലും ആരും വെച്ചിരിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമുക്ക് വേണ്ടി ഒരു ജന്മം മുഴുവൻ ജോലിയെടുത്ത് നമുക്ക് വേണ്ടി കളയുന്ന നമ്മുടെ രക്ഷിതാക്കൾക്ക് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അവര് പലതും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും. അതാണ് ഒരു മക്കൾക്ക് ഏറ്റവും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ചർച്ച എവിടെയെങ്കിലും തീരില്ല. കൃത്യമായ അച്ഛനും അമ്മയും പറഞ്ഞതനുസരിക്കണോ അതോ അച്ഛൻ പറഞ്ഞതനുസരിക്കാതെ പ്രജാഹിതം അനുസരിക്കണോ? ഇത് രണ്ടുമായിരുന്നു സംശയം ഉണ്ടായിരുന്നത്. ഇവിടെ ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ചോദ്യങ്ങളും പ്രശ്നങ്ങളും പ്രസക്തിയുള്ള ആശയങ്ങളുമാണ് നമ്മളിവിടെ സംസാരിച്ചത്. നമുക്കിതിവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. രണ്ടുപേരുടെയും വളരെ സ്ട്രോങ് പോയിന്റ് ആയിരുന്നു. നമുക്ക് വരദയെ വിളിക്കാം. ഇങ്ങനെ പിള്ളേർ ചർച്ച ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ ശക്തമായ ആശയങ്ങളുമായി ഞാനത് ഇങ്ങനെ വിചാരിച്ചോണ്ടിരുന്ന ടീച്ചർ അവിടെ നിന്നിട്ട് ടീച്ചർക്ക് ഒരു സ്പേസ് തരാത്ത രീതിയിൽ അവിടെ കിടന്ന് ഇങ്ങനെ അല്ലേ അല്ലേ? അവരുടെ സ്പേസ് ആണ്, അവരാണ് സംസാരിക്കേണ്ടവർ. നമ്മൾക്ക് എന്നാലും ഒന്ന് എന്താ പറയാ, ഇവരെ ഒന്ന് പിടിച്ചു നിർത്താൻ പോലും പറ്റാത്ത രീതിയിൽ ഇവരിങ്ങനെ പരസ്പരം ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഒരു ഡിബേറ്റിന്റെ എല്ലാ ചൂടും കിട്ടിയോ? ഉണ്ടായിരുന്നില്ലേ? ഇവരോട് നന്നായി ആദരവ് തോന്നിയില്ലേ? ഇവരുടെ പോയിന്റ്സ് വളരെ ശക്തമായിരുന്നില്ലേ? പരിചയമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ പരിചയമില്ലായിരുന്നു. എന്തായാലും താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. അങ്ങനെ വളരെ വാശിയേറിയ ഒരു ഡിബേറ്റ് തന്നെയാണ് ഞങ്ങളൊക്കെ കണ്ടത്. ഇനിയിപ്പം ഈ ഒരു ഡിബേറ്റിന്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്നും നിങ്ങളുടെ കമന്റ്സും എല്ലാം നമുക്ക് ചോദിച്ചാൽ ആചാര്യസഭയുടെ അടുത്ത് ചോദിക്കാം. സ്വാമിജി, ഇരുവിഭാഗക്കാരും വളരെ വീറോടെ തന്നെ വാദിച്ചു. പക്ഷേ ഒരു ദൂഷ്യം നമ്മൾ കണ്ടത്, ഇത് നമ്മൾ ഡെയിലി കാണുന്ന ചില ചാനൽ ചർച്ചകൾ പോലെ ക്രോസ് ടോക്സ്, നമ്മൾ ഡിബേറ്റിൽ പാലിക്കേണ്ട ഒരു നിയമം, ഒരാൾ സംസാരിക്കുമ്പം വേറൊരാൾ സംസാരിക്കരുത്. സംസാരിച്ച് നിർത്തിയതിന് ശേഷം വേണം മറ്റൊരാൾ സംസാരിക്കാൻ. കാരണം ഈ ശ്രേഷ്ഠ ഭാരതം ലോകമെമ്പാടും പ്രേക്ഷകരുള്ളതാണ് അല്ലേ? അപ്പം വ്യക്തമാകുന്നില്ല. 2-3 പേർ ഒരേ സമയത്ത് സംസാരിക്കുമ്പം ശബ്ദജാലം മഹാരണ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ കൊള്ളാം കേട്ടോ. ഇനി 2 കൂട്ടരും പറഞ്ഞ വാദഗതികൾ ശരിയാണ്. കാരണം ഇത് രാമായണത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ശ്രീരാമനെ കാണാനായിട്ട് ഭരതൻ ഒരു ഡെലിഗേഷനുമായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഭരതൻ നിർബന്ധിക്കുന്നുണ്ട്. ഭരതൻ മാത്രം ഒരു ചാർവാകൻ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ യുക്തിയുക്തം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ് എക്സ്പീഡിയൻസി, ഈ ധർമ്മവും അധർമ്മവും നോക്കാനില്ല, അങ്ങ് രാജ്യഭാരം ഏറ്റെടുക്കണം, അവിടെ അധികാരം, മൈറ്റ് ഈസ് റൈറ്റ്. ഇവിടെ ഭരതൻ തന്നെ വന്ന് ഓഫർ ചെയ്യുന്നു. പക്ഷേ രാമൻ അതൊന്നും സ്വീകരിച്ചില്ല. ഇവിടെ വനവാസം രാമൻ്റെ ദൗത്യമാണോ? ഇത് നമ്മൾ 2 തരത്തിൽ കാണാം. ഒന്ന് ഭാഗികമായിട്ടുള്ള വിഷൻ, അതനുസരിച്ച് നമ്മൾ ഒരു പ്രത്യേക വീക്ഷണകോണത്തിൽ നിന്ന് നോക്കുമ്പോൾ രാമൻ അത് ഏറ്റെടുക്കേണ്ട കാര്യമില്ലായിരുന്നു. രാമൻ അച്ഛനെ അനുസരിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം അച്ഛൻ തന്നെ പറഞ്ഞു, നീ എന്നെ അനുസരിക്കേണ്ട, നീ എന്നെ ജയിലിലാക്കിക്കൊള്ളൂ. പക്ഷേ രാമൻ അതല്ല. രാമന് ആ ടോട്ടൽ പെർസെപ്ഷൻ ഉണ്ടായിരുന്നു. ഫ്രാഗ്മെൻ്ററി പെർസെപ്ഷൻ ആയിരുന്നില്ല, സമഗ്ര ദർശനമായിരുന്നു ശ്രീരാമൻ്റേത്. അപ്പോൾ അച്ഛൻ കൊടുത്ത വാക്ക് അത് മകൻ പാലിക്കേണ്ടതാണ്. രാമായണം നമ്മൾ പഠിക്കുമ്പോൾ
പ്രത്യേകിച്ച് വാൽമീകി രാമായണം, അവിടെ ചിലർ പറയും രാമനെ പൂർണ്ണമായിട്ടും ഒരു പച്ച മനുഷ്യനായിട്ടാണ്, അവതാര പുരുഷനായിട്ടല്ല അവിടെ ചിത്രീകരിച്ചിരിക്കുന്ന വാൽമീകി. അത് ശരിയല്ല. അവിടെയും ഇവിടെയൊക്കെ പലയിടത്തും പരാമർശങ്ങളുണ്ട് രാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയെന്ന്. അപ്പോൾ ആ രാമൻ, ആ മഹാവിഷ്ണു അവതരിച്ചിരിക്കുകയാണ് ശ്രീരാമനായിട്ട്. പക്ഷേ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കയിടങ്ങളിലും രാമനെ ഒരു സാധാരണ മനുഷ്യനായിട്ട് വാൽമീകി ചിത്രീകരിച്ചിട്ടുണ്ട്. രാമൻ്റെ ഈ അവതാര ദൗത്യമൊന്നുണ്ട്, അതൊരു നിയോഗം പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ കൈകേയിയുടെ ഇടപെടലും മന്ധരയുടെ ഉപജാപവും അതുപോലെ തന്നെ വനവാസവും സീത അപഹരണവും ഇതെല്ലാം സംഭവിക്കുന്നു. അതെല്ലാം ഒരു നിയോഗം പോലെ സംഭവിക്കുന്നതാണ്. വിധി നമ്മൾ പറയില്ല. കാരണം ഒരു ലക്ഷ്യമുണ്ട്, അധർമ്മത്തെ ഇല്ലാതാക്കുക, അധർമ്മത്തിൻ്റെ ആൾരൂപമായിരുന്ന രാവണനെ ഇല്ലാതാക്കുക. അതിനു വേണ്ടിയിട്ട് പലരെയും കരുക്കളാക്കുന്നു, പലതും സ്വയം കരുവാകുന്നു. അതുകൊണ്ട് വാദങ്ങളൊക്കെ നന്നായിട്ട് നടന്നു. പക്ഷേ ഈ വിധത്തിൽ നമ്മൾ ഈ പരിപ്രേക്ഷ്യത്തിൽ, ഈ കാഴ്ചപ്പാടിൽ നമ്മൾ ഈ രാമാവതാരത്തെ അല്ലെങ്കിൽ അതിലുള്ള സംഭവങ്ങളെ നമ്മൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥമായിട്ട് സംഗതികളെ ഗ്രഹിക്കാൻ സാധിക്കുന്നു. ഏതായാലും വളരെ വളരെ വീറോടെ വളരെ ശക്തമായിട്ട് വാദഗതികൾ ഉന്നയിച്ച ഇരു വിഭാഗക്കാർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഹരി. നന്ദി സ്വാമിജി. വിശ്വനാഥൻ സർ. ഇവിടെയും സ്വാമിജി സൂചിപ്പിച്ചതുപോലെ സംവാദം വിവാദമാവാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം എന്നെനിക്ക് ഒരപേക്ഷ തന്നെയുണ്ട്. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ പറയാനുണ്ട്. അതിലാണ് എനിക്ക് അത്ഭുതം. കാരണം നിങ്ങൾക്ക് പറഞ്ഞിട്ടെങ്ങും തീരുന്നില്ല, ധാരാളം വിഷയങ്ങളുണ്ട്. അത്രയ്ക്ക് മനോഹരമായൊരു വിഷയത്തെ നിങ്ങൾക്ക് നന്നായി പഠിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞാലും തികയാത്തതാണ്. 7 മിനിറ്റൊന്നും അല്ല, 70 മിനിറ്റ് എടുത്താലും നിങ്ങൾ രണ്ടു കൂട്ടരും നന്നായി ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കാൻ കഴിവുള്ളവരാണ്. ഈ രാമൻ്റെ ഈ വനവാസ യാത്രയെക്കുറിച്ച് അനുകൂലമായും പ്രതികൂലമായും പറഞ്ഞ 2 വാദങ്ങളും പ്രസക്തമാണ്. രാമനെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ വാക്കുകൾ പാലിക്കുക എന്നുള്ളത് ചെറുപ്പം മുതലേ അങ്ങനെയാണ്. രാമനോട് ഈ വിശ്വാമിത്രൻ്റെ കൂടെ വളരെ ചെറുപ്പത്തിൽ തന്നെ പോകാൻ ആവശ്യപ്പെടുമ്പോഴും ഹേയ് ഞങ്ങൾക്ക് കാട്ടിൽ പോകാനൊന്നും ആയിട്ടില്ല, ഇതുവരെ ഋഷിയുടെ പോകാൻ പറ്റില്ല, യുദ്ധം ചെയ്യാൻ പറ്റില്ല, പഠിച്ചിട്ടില്ല, ഒന്നും പറയാതെ കണ്ട് പിതാവിൻ്റെ വാക്കിനെ അനുസരിച്ചിട്ട് ആ കൂടെ പോകാനുള്ള ഒരു സന്മനസ് അന്നു മുതലേ രാമനിലുണ്ട്. മാതാപിതാക്കളുടെ വാക്കുകളെ അനുസരിക്കുക, അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ പോലും അച്ഛൻ്റെ ഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുക, അതാണ് ഉത്തമനായ പുത്രൻ്റെ കടമ. ആ ഇതിഹാസത്തിൻ്റെ പക്ഷത്തിൽ നോക്കുമ്പോൾ രാമാവതാരത്തിൻ്റെ ലക്ഷ്യം, രാമൻ അവതാരമാണ്, മർത്യാവതാരമാണ്, രാജകുമാരനായി മനുഷ്യനായി അവതരിച്ചാണ്. അതിൻ്റെ ലക്ഷ്യം രാവണ നിഗ്രഹമാണ്. ഈ രാവണ നിഗ്രഹം എന്നുള്ള ആ ഒരു കൃത്യനിർവഹണത്തിന് വേണ്ടി രാമൻ്റെ വനവാസവും അവിടെ വെച്ച് സീതയെ അവിടെ അപഹരിക്കലും യുദ്ധവും ഒക്കെ ആവശ്യമാണ്. ആ പാകത്തിന് ഈ കഥ മെനഞ്ഞെടുത്തുണ്ടാക്കിയെടുത്ത് രാവണ നിഗ്രഹം പൂർത്തീകരിച്ച രാമായണ കഥയിൽ ഇത് പ്രസക്തമാണ്, ഇത് ന്യായമാണ്. അതുകൊണ്ട് രാമായണ കഥയ്ക്ക് അനുകൂലമായിട്ട് വേണം നമ്മൾ ചിന്തിക്കാൻ, അതിന് പ്രതികൂലമായിട്ടല്ല. ഈ കഥ ഇങ്ങനെ തന്നെ പോകണം, എങ്കിൽ മാത്രമേ രാവണ നിഗ്രഹം സാധ്യമാകൂ. ഇതാണ് രാമായണം എന്ന് മനസ്സിലാക്കിയിട്ട് രാമായണ കഥയിൽ വാൽമീകിയുടെ കൂടെ നമുക്ക് പോകാം, അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാം, അദ്ദേഹത്തിന് ആശയങ്ങൾ ഉൾക്കൊള്ളാം, അതിനുള്ള മനസ്സുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ. ലക്ഷ്മി ടീച്ചർ. ഞാൻ നിങ്ങളുടെ ചർച്ചയ്ക്ക് പ്രത്യക്ഷത്തിൽ സാക്ഷ്യം വഹിച്ച ഒരാളാണ്. എനിക്ക് എവിടേക്കോ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷനിൽ ഒരു ചെറിയ പ്രശ്നം തോന്നിയത്, രാമായണത്തിൽ തന്നെ ഇതിന് അനുകൂലവും പ്രതികൂലവുമായത് നമുക്ക് കിട്ടും. വാൽമീകി രാമായണത്തിൽ വളരെ കൃത്യമായി രാമനോട് ലക്ഷ്മണൻ വളരെ കൃത്യമായി സംസാരിക്കുന്നുണ്ട്, സീത സംസാരിക്കുന്നുണ്ട്, കൗസല്യ സംസാരിക്കുന്നുണ്ട്, ദശരഥൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ തിരിച്ചുള്ള രാമന്റെ മറുപടികളിൽ നിന്നും എന്താണ് രാമപക്ഷം എന്ന് കിട്ടും. ഇവർ സൂചിപ്പിക്കുന്നതിൽ നിന്നും മറ്റുള്ളവർ പൗരപ്രമുഖന്മാർ പറയുന്നുണ്ട് പോകരുത് എന്ന്, അതിൽ നിന്നൊക്കെ പോകാതിരിക്കണം എന്ന് പറയാനുള്ള സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്സും കിട്ടും. അപ്പൊ രാമായണത്തിലൂടെ നിങ്ങളൊന്ന്, പ്രത്യേകിച്ചും വാൽമീകി രാമായണത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പോയിന്റ്സിൽ സ്ട്രോങ് ആയിട്ട് വരാൻ സഹായിച്ചില്ല. ഇനി ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്, അതായത് നമ്മൾ കുട്ടിക്കാലം മുതലേ ഏറ്റവും കൂടുതൽ കേൾക്കുകയും എന്നാൽ നമുക്ക് എന്താന്ന് മനസ്സിലാവുകയും ചെയ്യാത്തൊരു വാക്കാണ് സ്വാതന്ത്ര്യം. ശ്രീരാമന്റെ സ്വാതന്ത്ര്യമായിരുന്നു അവിടെ. താൻ പോകണോ വേണ്ടയോ, അച്ഛന്റെ ഹിതം നിറവേറ്റണോ വേണ്ടയോ, ഇതിന് ശ്രീരാമന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഒരാളെ നമ്മൾ എപ്പോഴാ സ്വതന്ത്രനാക്കുന്നത്?
നീ ഫ്രീ ആയി എന്ന് പറയുന്നത് എപ്പോഴാ? അയാൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിയാവുമ്പോഴാണ് നമ്മൾ അയാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്, അല്ലെ? ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും മുകളിൽ നിന്നിരുന്നത് ശ്രീരാമനെ ഭരിച്ചിരുന്ന ധർമ്മബോധമായിരുന്നു. ഏത് പ്രവൃത്തി ശ്രീരാമൻ ചെയ്യുമ്പോഴും 2 വട്ടമല്ല, 4 വട്ടമല്ല, ഒരു 10,000 വട്ടം ശ്രീരാമൻ ഇതു ധർമ്മമോ, ഇത് ധർമ്മമോ, ഇത് സമൂഹത്തിന് എന്റെ സങ്കടം വിട്, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള നഷ്ടം വിടൂ, അല്ല ഞാൻ പട്ടുമത്തയിൽ കിടന്നുറങ്ങിയ ഞാൻ നാളെ മുതൽ ദണ്ഡകാരണ്യത്തിൽ കിടന്നുറങ്ങണം. ത്യാഗമാണ് ശ്രീരാമന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. ധർമ്മം ഈസ് ഈക്വൽ ടു ത്യാഗം. അപ്പൊ ശ്രീരാമന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ധർമ്മത്തിൽ അധിഷ്ഠിതമായ സ്വാതന്ത്ര്യമായിരുന്നു. ഒരു ഉത്തരത്തിന് വേണ്ടി ശ്രീരാമൻ തപ്പുന്നത്, തേടുന്നത് ധർമ്മസംഹിതകളെയായിരുന്നു. അതുകൊണ്ടാണ് ശ്രീരാമന്റെ തീരുമാനത്തിന് ഇത്ര ബലമുള്ളത്. പിന്നെ എത്ര പേര് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പോവാൻ നേരത്ത് വഴിയിൽ വെച്ച് പോലും പൗരന്മാർ പറഞ്ഞു തിരിച്ചു വരൂ, ഈ വരം കൊടുത്ത അച്ഛൻ തന്നെ പറഞ്ഞു തിരിച്ചു വരൂ, പോവണ്ട. പക്ഷെ ശ്രീരാമൻ പോണമെന്ന് തീരുമാനിച്ചത് ധർമ്മമായിരുന്നു മുമ്പിൽ നിന്നിരുന്നത്. ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി ആശയപരമായി പറയാനുള്ളത്. താങ്ക് യു ടീച്ചർ. അപ്പൊ നല്ല കമന്റ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് മാർക്സ് ചോദിച്ചാലോ? ചോദിക്കാം. ഓക്കെ, സ്വാമിജി ഔട്ട് ഓഫ് 10? 2 പേർക്കും 8 ഈച്ച്. 2 കൂട്ടർക്കും 8 മാർക്കാണ് നൽകിയിരിക്കുന്നത്. നന്ദി സ്വാമിജി. സർ ഔട്ട് ഓഫ് 10? അങ്ങനെ തന്നെ 2 പേർക്ക് 8 മാർക്ക്. വീണ്ടും 2 പേർക്ക് 8 മാർക്ക് തന്നിരിക്കുകയാണ്. ഞാൻ മാത്രം ഇനി ഇവരൊക്കെ പറഞ്ഞത് അനുസരിക്കാതിരുന്നാൽ എനിക്കതൊരു ബുദ്ധിമുട്ടാവും. പക്ഷെ 20 വേണം കൊടുക്കാൻ. അതെ, പക്ഷെ അപ്പൊ ഞാൻ ആദ്യം മുതലേ മനസ്സിൽ വിചാരിച്ചോണ്ടിരുന്നത് അത്. പക്ഷെ സ്വാമിജി അങ്ങ് പറഞ്ഞു. ഞാൻ 2 പേർക്കും 17 മാർക്ക്. 2 പേർക്കും ടൈ. ഒന്നും കൂടെ ഒരു 2 പോയിന്റും കൂടെ വെച്ചിട്ടൊന്ന് മത്സരിക്കണോ? വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നാ പറഞ്ഞത്. എന്തായാലും ടോട്ടൽ എത്ര പോയിന്റ്സ് കിട്ടിയത് നമുക്ക് നോക്കാം. 2 പേർക്കും 33 മാർക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഒന്നിനൊന്നിങ്ങനെ ഇടിച്ചു നിന്നതിലൊക്കെ കാര്യം ഉണ്ടായല്ലേ? കുറച്ചുകൂടി ഇടിച്ചു നിന്നെങ്കിൽ കുറച്ചുകൂടെ പോയിന്റ് കിട്ടിയായിരുന്നോ? സാരമില്ല, ഇനി അവസരം കിടക്കല്ലേ. എന്താ പറയാ, കാവിലെ പാട്ട് മത്സരത്തിന് കാണാൻ. അപ്പൊ എന്തായാലും 2 കൂട്ടരും ഇനിയുള്ള വേദികളിൽ ഇതുപോലെ നല്ല നല്ല പെർഫോമൻസ് ആയിട്ട് വരിക കേട്ടോ. അങ്ങനെ നമ്മുടെ വജ്രവ്യൂഹം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആരംഭിക്കാം മകരവ്യൂഹം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിൽ ഇനി മകരവ്യൂഹത്തിന്റെ സമയമാണ്. മകരവ്യൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മുരളിച്ചേട്ടൻ വന്നിട്ടുണ്ട്. മുരളിച്ചേട്ട സ്വാഗതം. ഇനി ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ വരുന്നത് GVHSS മങ്കടയിൽ നിന്നുള്ള കുട്ടികളാണ്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ഏവർക്കും വിനീതമായ നമസ്കാരം. ഞങ്ങൾ ദമയന്തിമാർ. ഞങ്ങളിവിടെ ദമയന്തി എന്ന കഥാപാത്രം അവതരിപ്പിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ GVHSS മങ്കട സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. എൻ്റെ പേര് പല്ലവി കൃഷ്ണ, +1 പഠിക്കുന്നു. തീർത്ഥ, ഗംഗ രണ്ടുപേരും 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ദമയന്തി എന്ന കഥാപാത്രത്തിലെ പ്രണയം അവതരിപ്പിക്കുന്നത് ഞാനും, ധീരത തീർത്ഥയും, വിരഹം ഗംഗയാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ GVHSSലെ കുട്ടികളൊക്കെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പൊ ആദ്യം പരിചയപ്പെട്ട് തുടങ്ങാം. പേര്? പല്ലവി കൃഷ്ണ. എത്രാം ക്ലാസ്സിലാണ്? +1. തീർത്ഥ 8ല്. ഗംഗ 8ല്. അപ്പം ഇന്ന് ഏത് ക്യാരക്ടറിനെയാണ് നമ്മള്? ദമയന്തി. 3 ദമയന്തിമാരാണ്. എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. സുന്ദരികളാണ്. നല്ല കറക്റ്റ് ആയിട്ടുള്ള ചോയ്സ് ആണ്. നിങ്ങളൊക്കെ തന്നെ ഓക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് റെഡിയായി വന്നതാണോ അതോ നിങ്ങൾ പിക്ക് ചെയ്തതാണോ? മിസ്സുമാര് പിക്ക് ചെയ്തത് ആണ് എല്ലാവരെയും. സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റൗണ്ടിലും. അപ്പൊ ഞങ്ങള് 3 പേരും സ്കിറ്റ് റൗണ്ടിൽ ഉണ്ടായിരുന്നോണ്ട് അപ്പൊ പിന്നെ ഈ ഒരു സ്റ്റേജ് പരിചിതം ആണ് അല്ലേ? അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, അങ്ങനെയും പറയാം. അതെ. ഓക്കെ, എന്താണ് ഇപ്പം ദമയന്തിയുടെ ലൈഫിൽ ഏത് പോർഷനാണ്? ഞാൻ പ്രണയാണ് ചെയ്യുന്നത്. പ്രണയം, ധീരത, വിരഹം. ഓക്കെ, അപ്പൊ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നീലച്ചിറകുള്ള മത്സ്യമേ, നീ
പ്രണയിക്കുകയാണോ? പ്രണയം അത്രയ്ക്ക് മനോഹരമാണോ? നീ എൻ്റെ കാലിൽ ചുംബിക്കുകയാണോ? ദമയന്തി ആരെയും മയക്കുന്ന സുന്ദരി. വിദർഭ മഹാരാജ്യത്തെ ഭീമരാജാവിന് നിധി പോലെ ലഭിച്ച മനോഹരമായ കണ്ണുകളുള്ള കുമാരി. അവൾ ഇന്നേറെ പ്രതീക്ഷയിലാണ്. മറ്റാരെയുമല്ല, എന്നെ തന്നെ. ഞാൻ ആരെന്നല്ലേ? ഒരു പാവം ഹംസം. കുമാരിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വേഗം ചെല്ലട്ടെ. എത്തിച്ചേർന്നോ? വായാടി, സമയമേറെയായി ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. എന്നെ പ്രതീക്ഷയുടെ കൊടുമുടിയിലെത്തിച്ച് എന്റെ ഹൃദയത്തിൽ വിസ്മയം പാകി പോയതാണ് നീ. എന്തിന് എന്നോട് ഈ ക്രൂരത? ഹാ, ഇപ്പോൾ ആവശ്യക്കാരി ഞാനായി പോയില്ലേ? അല്ലയോ ദൂത, സ്വർണഹംസമേ, അങ്ങ് നിഷധ രാജകുമാരനോട് എന്റെ ഇഷ്ടമറിയിച്ചുവോ? ഞാൻ വളരെ ആശ്ചര്യവതിയാണ്. അദ്ദേഹത്തിന്റെ കൈപുണ്യമറിയുവാൻ, ആ മാറോടണയുവാൻ ഞാൻ ഇന്ന് കൊതിക്കുന്നു. പ്രിയപ്പെട്ട ഹംസമേ, വേഗം തന്നെ പറഞ്ഞാലും നീ കാണുന്നില്ലേ എൻ്റെ കണ്ണിലെ പ്രണയം? മഹാരാജാവേ, അങ്ങ് എവിടെയാണ്? അങ്ങ് എവിടെയാണ്? എന്റെ വസ്ത്രം കീറിയിട്ടുണ്ടല്ലോ. പ്രഭു, അങ്ങ് എവിടെയാണ്? അവിടുന്നില്ലാതെ ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കുകയില്ല. ഇന്നലെ അങ്ങ് തന്നെയല്ലേ എന്നോട് പറഞ്ഞത്, ദമയന്തി, എനിക്ക് എന്നെ വിടയാൻ കഴിയും, പക്ഷെ നിന്നെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ലെന്ന് ഇപ്പോൾ ആ അങ്ങ് തന്നെ ഈ പ്രാണപ്രേയസിയെ വിട്ട് ഓടിപ്പോയോ? എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള ദിവ്യൌഷധമാണ് പത്നി എന്ന് അങ്ങ് തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? എന്നിട്ടിപ്പോൾ ഇതിനു മാത്രം ഞാൻ എന്തോ പാപമാണ് ചെയ്തത്? അങ്ങ് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങ് നമ്മെ ഉപേക്ഷിച്ചാൽ ഞാൻ സ്വന്തം രാജ്യത്തിൽ പോയി സുഖമായി ജീവിക്കുമെന്നോ? ഞാൻ ഈ കാട്ടിലൂടെ അലയും. വിശന്നിരിക്കുന്ന ഹിംസ്ര ജന്തുക്കൾക്ക് ഞാൻ ഭക്ഷണമായിക്കൊള്ളട്ടെ. എനിക്ക് എന്ത് സംഭവിച്ചാലും അങ്ങേ അത് ബാധിക്കുകയില്ലല്ലോ. നാഥ,
രക്ഷിച്ചുവല്ലോ. അയ്യോ, പാമ്പ്, പാമ്പ്, അതിപ്പോ എന്നെ വിഴുങ്ങുമല്ലോ. രക്ഷിക്കണേ, രക്ഷിക്കണേ, ഈ പെരുമ്പാമ്പിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. പാമ്പിന്റെ വായിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അങ്ങ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? കള്ളൻ, എന്നെ കളിപ്പിക്കുവാൻ വേണ്ടി ഒളിച്ചിരുന്നതാണല്ലേ? എന്തായാലും തക്ക സമയത്ത് വന്ന് രക്ഷിച്ചല്ലോ. ഇനി എന്നെ വിട്ടെങ്ങും പോകരുതേ. അവിടുത്തെ കാണാതെ ഞാൻ എന്തുമാത്രം പേടിച്ചെന്നോ. നിങ്ങൾ ആരാണ്? എന്നെ രക്ഷിച്ചത് നിങ്ങളാണെന്നോ? അപ്പോൾ അദ്ദേഹം എന്ത്? ഇനിയുള്ള കാലം ഞാൻ നിങ്ങളുടെ കൂടെ കഴിയണമെന്നോ? ഇങ്ങനെ ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ ആരാണെന്നാണ് നീ കരുതിയത്? കുലദൈവങ്ങളെ, നൈഷധനെ അല്ലാതെ മറ്റാരെയും ഞാൻ സ്മരിക്കുക പോലും ചെയ്തിട്ടില്ലെങ്കിൽ ഈ ക്ഷുദ്രനായ വേടൻ ഇപ്പോൾ തന്നെ ചത്തുവീഴട്ടെ. അങ്ങനെ 3 ദമയന്തിമാരും കലക്കി അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾ ഹാപ്പി ആയ സ്ഥിതിക്ക് നമുക്ക് നേരെ ആചാര്യസഭയുടെ അടുത്ത് ചോദിക്കാം അല്ലേ? സ്വാമിജി, 3 പേരുടെയും അഭിനയം ഗംഭീരമായി. ഇതിൽ ആ ധീരത ആവിഷ്കരിച്ചത് അതിഗംഭീരമായെന്ന് തന്നെ പറയാം. ദുരിതങ്ങളുടെ ഒരു പരമ്പരയിലൂടെ കടന്നു വന്ന പാണ്ഡവർക്ക്, അവരുടെ ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരൻ, അദ്ദേഹത്തെ ഒരു മുനി സന്ദർശിക്കുകയാണ്, ബൃഹദശ്വമുനി. അപ്പം ഈ യുധിഷ്ഠിരന് സാന്ത്വനമേകിക്കൊണ്ട്, അതായത് യുധിഷ്ഠിരനേക്കാൾ അല്ലെങ്കിൽ പാണ്ഡവരേക്കാൾ വളരെയധികം മടങ്ങ് കഷ്ടതകൾ അനുഭവിച്ചിട്ടുള്ള വേറെ ആൾക്കാരുമുണ്ട്. അതിൽ ഉള്ള ഒരാളുടെ കഥ പറയുക, അല്ലെങ്കിൽ ഒരു ദമ്പതികളുടെ കഥ പറയുകയായിരുന്നു നള ദമയന്തി ചരിത്രത്തിലൂടെ ബൃഹദശ്വരൻ. ധാരാളം സന്ദേശങ്ങൾ, അത് ശക്തമായിട്ടുള്ള സന്ദേശങ്ങൾ തരാൻ ഈ കഥയ്ക്ക് സാധിക്കും. അതായത് നമ്മുടെ ഈ 3 കുട്ടികളും നമ്മളെ വളരെ ഹഠാത് ആകർഷിക്കുന്ന വിധത്തിലാണ് ആയിരുന്നു അവരുടെ ആവിഷ്കരണം. അനുമോദനങ്ങൾ. നന്ദി സ്വാമിജി. വിശ്വനാഥൻ സർ, ദമയന്തി എന്ന ഒരു ഐതിഹാസിക കഥാപാത്രത്തെ ഇതിഹാസകാരൻ ഭാവന ചെയ്തതിലും ഭംഗിയായി. അഭിനയം അനുഭവമാണെന്ന് കാണിച്ചു തന്നു ഈ 3 കുട്ടികൾ. വെറും അഭിനയം മാത്രമല്ല, ഞങ്ങൾ ഇത് അനുഭവിക്കുകയാണ് എന്നല്ല, ഞങ്ങളെ അനുഭവിപ്പിക്കുകയും ചെയ്തു. 3 കുട്ടികളെയും വളരെയധികം അഭിനന്ദിക്കുന്നു. അഭിനയ കലയിൽ നിങ്ങൾക്ക് നല്ല ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഈ ദമയന്തി എന്നുള്ള കഥയിൽ നിന്ന് പഠിക്കാനുള്ള കുട്ടികളുള്ള കുറേ പാഠങ്ങളുണ്ട്. വികൃതവും അതേപോലെ തന്നെ അനുചിതവുമായ പ്രേമസങ്കല്പങ്ങൾ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ദമയന്തിയെ പോലെയുള്ള ഒരു കഥാപാത്രത്തിൽ അങ്കുരിച്ച ഒരു പ്രണയത്തിൻ്റെ ആ മാധുര്യവും ഗാംഭീര്യവും വ്യക്തതയും മനോഹരമായ ഇതിഹാസകാരൻ ആവിഷ്കരിക്കുന്നുണ്ട്.
നളനെ കണ്ടിട്ടല്ല നളനോട് പ്രേമമുണ്ടായത്, കേട്ടു മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നളമഹാരാജാവ് എന്നൊരു രാജാവ് ഉണ്ട് എന്ന് കേട്ടിട്ട് ഉണ്ടായ പ്രണയമാണ്. അല്ലാതെ മൊബൈലിൽ കണ്ട് പല പ്രാവശ്യം സംസാരിച്ച് ഇണങ്ങി പിണങ്ങി പിരിഞ്ഞ് വേർപെട്ടു പോകുന്ന ഒരു പ്രണയമായിരുന്നില്ല. കാരണം ദമയന്തി പരിചയപ്പെട്ടത് നളൻ്റെ ഗുണത്തെയാണ്, ആകൃതിയല്ല. നള ഗുണങ്ങൾ കേട്ടാണ് ദമയന്തിയുടെ മനസ്സ് അതിലേക്ക് ആരക്തമായിത്തുന്നത്. നളനെ ആദ്യം കാണുന്ന 5 നളന്മാരായിട്ട് ഒരു സ്വയംവര മണ്ഡപത്തിൽ വെച്ചാണ്. ഏതാണ് നളെന്ന് തിരിച്ചറിയില്ല, കേട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ നളഗുണങ്ങളെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആവഹിച്ച് ഭക്തിപൂർവ്വം അതിനെ ആദരിച്ചുകൊണ്ട് കിട്ടിയ ശക്തി കൊണ്ട് യഥാർത്ഥ നളനെ തിരിച്ചറിഞ്ഞു. അവിടെ നളനുമായി ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നു. ഇനിയും എപ്പോഴും ഈ പ്രണയത്തിന് വിരഹം എന്നൊരവസ്ഥ ഉണ്ടാകാം. അത് ഈ പ്രണയത്തെ ഒന്നുകൂടി ദൃഢീഭവിപ്പിക്കാൻ ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ച ആ പ്രണയത്തിൻ്റെ ദൃഢമായ ഭാവങ്ങൾ ദമയന്തിക്ക് അനുഗ്രഹമായി തീരും. ഇതാണ് മനുഷ്യജീവിതത്തെ പ്രണയത്തിൻ്റെ ഘട്ടങ്ങളെന്ന് ദമയന്തിയിൽ കൂടി ഓരോ സമയത്തും അത് ഉള്ളിലുറച്ചാൽ ധീരതയുണ്ടാകും, നയചാതുര്യമുണ്ടാകും, ഒരു ഭയവും ഉണ്ടാകില്ല, നിർഭീകമായി നേരിടാനുള്ള കരുത്തുണ്ടാകും. എന്തൊക്കെ ശക്തിയാണ് പ്രണയം ഉണ്ടാക്കാൻ പറ്റുക. ഇന്നത്തെ കാമിനി കാമുകന്മാർ ഈ നളകഥ ശരിക്കും പഠിച്ച് യഥാർത്ഥ പ്രണയം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആവിഷ്കരിച്ചാൽ ഇന്നുണ്ടാകുന്ന ഈ ദോഷങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. അതിന് ഈ കഥ ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ലക്ഷ്മി ടീച്ചർ, ഇതിഹാസത്തിലെ ഏറ്റവും ശക്തയായ ഒരു നായികയാണ് നിങ്ങൾ ഇവിടെ രംഗത്ത് അവതരിപ്പിച്ചത്. ഞാനിങ്ങനെ മനസ്സ് നിറഞ്ഞിരിക്കുമായിരുന്നു. ആ പ്രണയാർദ്രയായ ദമയന്തി ആ വെള്ളത്തിൽ തൊട്ടപ്പോൾ എനിക്ക് തണുത്തു. ആ വെള്ളത്തിൽ ആ നീലച്ചിറകുള്ള മത്സ്യത്തിന്റെ ഭാവം എനിക്ക് അനുഭവപ്പെട്ടു. ആ വിരഹത്തിൽപ്പെട്ട ദമയന്തിയുടെ ഉള്ളിലെ വേദന ഞങ്ങളൊക്കെ അറിഞ്ഞു. ദമയന്തിയുടെ ഉള്ളിലെ കരുത്തിന്റെ ശക്തി ഞങ്ങൾക്കൊക്കെ ധൈര്യം പകർന്നു. സത്യം പറഞ്ഞാൽ അതുപോലെ അനുഭവിപ്പിക്കാൻ നിങ്ങളുടെ 3 പേരുടെയും ഈ സന്ദർഭം കൊണ്ട് വളരെ നമ്മുടെ മനസ്സിൽ ആ ഭാവത്തെ അതേപടി ഉണർത്താൻ നിങ്ങൾക്ക് സാധിച്ചു. അത് നിങ്ങളുടെ ആക്ടിങ്ങിന്റെ വിജയമാണ്, നിങ്ങളുടെ സ്ക്രിപ്റ്റിന്റെ വിജയമാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ഭംഗിയായി ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഭംഗിയായി ഇങ്ങനെ അതിനെ സംക്രമിപ്പിച്ചു. അതിന് ഏറ്റവും നന്നായി ഇത് അവതരിപ്പിച്ചതിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വാസ്തവത്തിൽ ഒരു ദമയന്തിയൊക്കെ നമ്മളൊരു സ്ത്രീത്വത്തിന്റെ ആദർശമായി തിരിച്ചറിയുമ്പോൾ നമ്മളെല്ലാവരിലും കാണാവുന്ന ഒരു ഭാവമാണ് അല്ലേ. കൗതുകങ്ങളുടെ ഒരു പെൺകുട്ടിക്കാലമുണ്ട് നമുക്ക്. പ്രണയത്തിന്റെ ഒരു പെൺകുട്ടിക്കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിന്നീട് കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മൾ രൂപപ്പെടുന്ന ഒരു കാലമുണ്ട്. തീരുമാനങ്ങൾ എടുക്കുന്ന, ജീവിതത്തിൽ ഗൗരവമായ ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന, അവിടെ നമുക്ക് വിഷാദമുണ്ടാകാം, അവിടെ നമുക്ക് വിരഹമുണ്ടാകാം, അവിടെ നമുക്ക് പല അനുഭവങ്ങൾ ഉണ്ടാകാം. അതിൽ കൂടെയൊക്കെ നമ്മൾ രൂപപ്പെടുകയാണ്. നമ്മുടെ പെൺകുട്ടിക്കാലത്തിൽ നിന്നും നമ്മളൊരു സ്ത്രീ ആവുകയാണ്. പിന്നീട് ഒരു ധീരയായ ഒരു വനിതയായി നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടുന്നത് ജീവിതത്തിലെ ചില നിർണായക തീരുമാനങ്ങളിൽ. ഉൾക്കരുത്താണ് ദമയന്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നളൻ ജീവിതത്തിൽ തകർന്നു പോയ ഒരു മനുഷ്യനാണ്, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ്. പക്ഷെ അവിടെയൊക്കെ നളനെ പിടിച്ചു നിൽക്കാൻ, ജീവിതത്തിലേക്ക് തിരിച്ചു വലിച്ചു കൊണ്ടുവന്ന ഒരു ധീരയായ കഥാപാത്രമാണ് ദമയന്തി എന്ന് പറയുന്നത്. അപ്പൊ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ എല്ലാ ഭാവങ്ങളെയും ദമയന്തിയിൽ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. ഒരു മുഗ്ധയായ നായികയിൽ നിന്നും ഒരു ധീരയായ നായികയിലേക്കും, അവിടെ നിന്നും ഒരു പ്രൗഢയായ നായികയിലേക്കും ദമയന്തി വികാസം പ്രാപിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു പൂർണ്ണ കഥാപാത്രമാണ്. പ്രത്യേകിച്ചും ഒരു സ്ത്രീക്ക് തൻ്റെ തന്നെ ഭാവമായി ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ് ദമയന്തി. അതുകൊണ്ട് ഒരിക്കലും മറക്കരുത് കേട്ടോ. ദമയന്തി റോൾ പ്ലേ ചെയ്തു എന്നൊക്കെ നിങ്ങൾ ഭാവിയിൽ ആലോചിക്കുമ്പോൾ ദമയന്തിയുടെ ധീരത, ദമയന്തിയുടെ കാര്യനിർവഹണ ശേഷി, ഒരിക്കലും ഈ ക്യാരക്ടർ മനസ്സിന്ന് പോവരുത്. അതാ ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഒരു സാധ്യത എന്ന് പറയുന്നത്. വളരെ മനോഹരമായിരുന്നു. താങ്ക് യു ടീച്ചർ. മുരളി ചേട്ടാ. യെസ്, ബ്രില്യൻറ്റ്. എക്സലൻറ്റ്. എണീറ്റ് നിന്ന് നിങ്ങളെ ബഹുമാനിക്കാതെ തുടങ്ങാൻ പറ്റില്ല. അത്ര നന്നായിരുന്നു അത്. അൺബിലീവബിൾ ആയിരുന്നു, അവിശ്വസനീയം തീർത്തും.
ഞാനൊരു പ്രൊഫഷണൽ നടനായതുകൊണ്ട്, പ്രൊഫഷണൽ നാടക നടനായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സ്റ്റേജിൽ നിന്ന് അഭിനയിച്ചവർക്കേ അത് അറിയുള്ളൂ അതെന്താണ് എന്നുള്ളത്. ആദ്യം അഭിനന്ദിക്കേണ്ടത് നിങ്ങളുടെ കോസ്റ്റ്യൂംസിനെയാണ്. ഇത് നിങ്ങൾ ഇവിടെ നിന്ന് എടുത്താണോ അതോ വരുമ്പോൾ കൊണ്ടുവന്നാണോ? ഈ സാരി മാത്രം ഞങ്ങൾ കൊണ്ടുവന്നാണ്, ബാക്കി എല്ലാം വരുന്നതാണ്. അതെ, 4 ദമയന്തിമാര് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരേ മാലയും ഒരേ ഇതൊക്കെ ആയിട്ട്. അല്ല, എനിവേ കോസ്റ്റ്യൂംസ് നന്നായിട്ടുണ്ട്. ഇനി ഞാൻ പെർഫോമൻസിലേക്ക് അടക്കാം. ഞാൻ എണീറ്റ് നിന്ന് കൈയടിച്ചോട് കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അതിലപ്പുറം ഒന്നും ഇല്ല അതിൽ. മൈ ആക്ഷൻ സ്പീക്സ് ബെറ്റർ ദാൻ മൈ വേർഡ്സ്. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? അതെ. അതിൻ്റെ ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു. അത് ഇതിൽ വേണ്ട, മനസ്സിലായില്ലേ? ഇത്തരം സന്ദർഭങ്ങളിൽ അത് ആവശ്യമില്ല, കുറച്ച് മതി. ഓഫ് കോഴ്സ് ദമയന്തി നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് അത് സ്റ്റൈലൈസ്ഡ് ആണ്, പക്ഷെ അത് ഓവർ സ്റ്റൈലൈസ്ഡ് ആയി പോകുമ്പോൾ നന്നാവില്ല, മനസ്സിലായില്ലേ? ഒന്ന് കുറച്ചാൽ മതി അത്. ഐ മീൻ ദ വാക്കിംഗ് ആൻഡ് യുനോ ആ ഡാൻസിൻ്റെ ഇൻഫ്ലുവൻസ് അത്രയും കാണിക്കണ്ട. ഡയലോഗ് ഡെലിവറിയിലും അതെ. മോളവിടെ ഇരുന്നിപ്പോൾ പറഞ്ഞില്ലേ തൊട്ടപ്പോഴൊക്കെ, അത് ഞങ്ങൾക്ക് കിട്ടിയത്. അത് കിട്ടി എന്നുള്ളത് എന്തുകൊണ്ടാണത്? അവിടെയാണ് ഇൻറ്റേർണൽ ആക്ടിങ്ങിൻ്റെ പ്രസക്തി. അകമേ, അതായത് നിങ്ങൾ വെള്ളത്തിൽ തൊടുന്നു, നിങ്ങൾ വെള്ളത്തിൽ തൊട്ടാലേ ഞങ്ങൾക്ക് വെള്ളം ഫീൽ ചെയ്യുള്ളൂ, മനസ്സിലായില്ല? അത് ആക്ട് ചെയ്യുന്ന ആരോ അവർ അത് മനസ്സുകൊണ്ട് ആ വെള്ളത്തിൽ തൊട്ടാലേ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ, മനസ്സിലായി? അത് ഉണ്ടായിരുന്നു. പിന്നെ ഡയലോഗൊന്നും പറയാതെ തന്നെ പ്രണയം വന്നിരുന്നു. എന്തുകൊണ്ടാണത്? പലരും പറയും കണ്ണിലെ എക്സ്പ്രഷൻ, കണ്ണിൽ എവിടെയാണ് എക്സ്പ്രഷൻ വരുന്നത്? പറഞ്ഞുതരും. ഉള്ളിലാണ് വരുന്നത് അല്ലേ? അകത്ത് വന്ന് ആ ഉള്ളിൽ വരുന്ന എക്സ്പ്രഷൻ്റെ ഇതാണ് ഇവിടെ കണ്ണിലും മുഖത്തും മൂക്കിലും കയ്യിലും ഈവൻ വിരലിൽ പോലും നഖങ്ങളിൽ പോലും വരും എക്സ്പ്രഷൻ. ഈ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റണം അത്. പക്ഷേ അതിന് മനസ്സിൽ അത് വേണം, മനസ്സിൽ ആ എമോഷൻ വരുമ്പോഴേ അത് വരുള്ളൂ. സോ 3 പേരുടെയും മനസ്സിലതുണ്ടായിരുന്നു. ബൈ ദി എൻഡ് ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക് കേട്ടോ, ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ഇനി രണ്ടാമത്തെ മോളുടെ പേരെന്താണ്? ഗംഗ ഇപ്പം ചെയ്തുണ്ടല്ലോ. എൻ്റെ അമ്മോ, ഇത് വളരെ എന്നുവെച്ചാൽ ഏറ്റവും പ്രയാസം. എല്ലാവരും വിചാരിക്കും ഈ ഭാ ഹൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒച്ചയെടുത്ത് അഭിനയിക്കുന്നതാണ് ഏറ്റവും വലിയ അഭിനയം എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. അഭിനയത്തിൽ സട്ടിലായിരിക്കുക, അഭിനയിക്കുന്നുണ്ട് എന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ കാണി അറിയാതെ അഭിനയം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു ആക്ടറുടെ കഴിവ് എന്ന് പറയുന്നത്. അത് മോളുടെ ആക്ടിങ്ങിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു, ആ സട്ടിലിറ്റി. ബിക്കോസ് ചില അത് അങ്ങനെ അടിവരയിട്ട് അങ്ങനെ കിടന്നാലേ അത് നന്നാവുള്ളൂ. അത് എക്സലൻ്റ് ആയിരുന്നു. എൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം ഒരു ഡയലോഗ് വരുന്നില്ലേ, ഓർമ്മയുണ്ടോ? അത് ശരിക്കും കീറിപ്പോയ പോലത്തെ ഒന്ന് തോന്നി എനിക്ക്. ഇറ്റ് വാസ് സോ ഗുഡ്. ദ ലാസ്റ്റ് വൺ എക്സലന്റ് മോള്. എൻ്റെ പേര് തീർത്ഥ. അസലായിരുന്നു. തീർത്ഥ ചെയ്ത എമോഷൻ ഏതായിരുന്നു? ധീരതയായിരുന്നു. പക്ഷെ തുടങ്ങിയത് ഭയത്തിലാണ് അല്ലേ? ആ ഭയത്തിൽ നിന്ന് അതങ്ങനെ അങ്ങോട്ട് അലിഞ്ഞ് ചേർന്ന് മറ്റേലേക്ക് പോവുകയാണ് ചെയ്തത്. ആ ബ്ലെൻഡൊക്കെ കലക്കി കിട്ടും. അസലായി, എക്സലൻ്റ് ആയിരുന്നു. ഡയലോഗ് ഡെലിവറി നന്നായിരുന്നു, ഡയലോഗ് ടൈമിങ് നന്നായിരുന്നു, എവറിത്തിങ് വാസ് ഗുഡ്. പിന്നെ നിങ്ങളുടെ ഒന്ന് കഴിഞ്ഞ് അടുത്തത് ലൈറ്റിംഗ് യൂസ് ചെയ്തത് നന്നായി, ബോഡി പോസ്റ്റേഴ്സ് നന്നായി. അഗെയിൻ കമ്മിങ് ബാക്ക് ടു യുവർ ഡിസൈനർ ഹൂ വാസ് ബിഹൈൻഡ് ദിസ്, ഇത് ഈ വർക്കിൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ച, സെറ്റ് നന്നായിരുന്നു. സെറ്റ് വാസ് എക്സലൻറ്റ്, സിമ്പിൾ. ആ സിംപ്ലിസിറ്റിയാണത്. നിങ്ങളും നിങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ആളും വളരെ നന്നായിട്ട്. ആ അദ്ദേഹത്തിനും ആരാണ് നിങ്ങളെ? അക്ഷയ് സാറാണ്, സംസ്കൃത അധ്യാപകൻ. അതാണ് സംസ്കൃതം ആയതുകൊണ്ടല്ല, നാടകം അറിയാവുന്നതോടും കൂടിയാണ് ഇത് നന്നായത്. ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻ ഫോർ അക്ഷയ്. താങ്ക് യു മുരളി ചേട്ടാ. അപ്പൊ നല്ല കമന്റ്സ് ആണ് കിട്ടിയതല്ലേ? എനിക്ക് ഗംഗനെ കണ്ടിട്ടാണ് അപ്പോഴൊരു റിയാക്ഷൻ സൂപ്പർ അക്കിട്ടിക്ക്. സട്ടിലാണ്. സ്കൂളിലൊക്കെ എങ്ങനെയാണോ? അധികം സംസാരിക്കില്ല? അങ്ങനെയൊന്നുമില്ല. വീട്ടിലൊക്കെ ചെല്ലുമ്പോ അറിയാല്ലേ എന്താണെന്ന്? ഓ ശരി, ഇനി ഞാൻ അങ്ങോട്ടൊന്നും ചോദിക്കണില്ല. എന്തായാലും നമുക്ക് മാർക്സ് ചോദിക്കാം. സ്വാമിജി, ഔട്ട് ഓഫ് 10? 9 out of 10. 9 out of 10. വിശ്വനാഥൻ സർ? 10ൽ 10 മാർക്ക് കൊടുക്കാം. 10ൽ 10 മാർക്ക്. ടീച്ചർ? 9.5 out of 10. 9.5 out of 10. മുരളി ചേട്ടൻ ഔട്ട് ഓഫ് 20? ഔട്ട് ഓഫ് 20. ഞാൻ നേരത്തെ 18 കൊടുത്തു പോയി. എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 18ഉം പിന്നെ ഈ സെറ്റും കോസ്റ്റ്യൂമും ഒക്കെ ആയിട്ട് ഒന്നും കൂടി കൂട്ടിയിട്ട് ഒരു 19 ഇടും.
എന്തേ 19. എന്റെ ദൈവമേ, കിടുക്കി. ഇതെന്തോ ഭയങ്കരമായിട്ട് നിങ്ങൾ ഇംപ്രസ് ചെയ്തിട്ടുണ്ടോ കേട്ടോ മുരളിച്ചേട്ടനെ. കാരണം മുരളിച്ചേട്ടൻ ആർക്കും കൊടുക്കൂല. അപ്പൊ കൊടുക്കാനുള്ളതുണ്ടെങ്കിലും പുള്ളി ഇച്ചിരി ഒന്ന് പൂഴ്ത്തി വെക്കുക, എന്തെങ്കിലും വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങൾ ഭയങ്കര ലക്കിയാണ്, നിങ്ങൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ ചോദിച്ചാലോ? 47.5. ഇതുവരെ വന്ന പെർഫോമൻസിൽ ടോപ്പ് സ്കോറാണ്. ഇപ്പൊ ഇനിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ഭയങ്കര എന്താ പറയാ കോമ്പറ്റീഷൻ കൊടുത്തു. നിങ്ങൾ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. ഇനി അവരൊക്കെ ഇതിനേക്കാളും മുകളിൽ ചെയ്യണം. അതാക്കിയല്ലേ? അങ്ങനെ നല്ല മാർക്ക് തന്നെ കിട്ടി. നമ്മുടെ മകരവ്യൂഹം അടിപൊളിയായിട്ട് ഇങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് അല്ലേ? ഇനിയിപ്പം അടുത്ത പെർഫോമൻസുകളിൽ ഇതുപോലെ തന്നെ നല്ല നല്ല പെർഫോമൻസുകളായിട്ട് വരാം. ഇനിയിപ്പോൾ നിങ്ങൾ എപ്പോൾ വരുമ്പോഴും ഞങ്ങൾ ഇതൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യും. കിഡിലും പെർഫോമൻസ് തന്നെ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ ഇനിയുള്ള റൗണ്ടിൽ നിങ്ങൾ വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ട് വരിക കേട്ടോ. താങ്ക് യു സോ മച്ച്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കാനായിട്ട് സമയമായിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യം തന്നെ വജ്രവ്യൂഹത്തിൽ വനവാസം ശ്രീരാമന്റെ ദൗത്യമോ എന്നുള്ളൊരു വിഷയത്തിന് ആസ്പദമാക്കിയുള്ള ഒരു ഡിബേറ്റ് കണ്ടു കഴിഞ്ഞു. അതിനുശേഷം മകരവ്യൂഹത്തിൽ ദമയന്തിയുടെ 3 ഭാവങ്ങളും നമ്മൾ കണ്ടു. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി, ശുഭദിനം.